ഡിഗ്രി കഴിഞ്ഞവർക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബാങ്കിങ് പേഴ്സണൽ സെലക്ഷൻ IBPS റിക്രൂട്ട്മെൻറ്റ് വന്നിട്ടുണ്ട്. പ്രൊബേഷണറി ഓഫീസർ മാനേജ്മെൻറ്റ് ട്രെയിനിയാണ് പോസ്റ്റ് നെയിം വരുന്നത്. ജോബ് ടൈപ്പ് ബാങ്കിങ്. റിക്രൂട്ട്മെൻറ്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ്. 6715 വേക്കൻസീസാണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത്. 48,480 മുതൽ 85,920 വരെ പെർ മന്ത് സാലറി കിട്ടാവുന്നൊരു ജോബാണ്. ലാസ്റ്റ് ഡേറ്റ് വരുന്നത് 21/7/2026. ജൂലൈ 21-നാണ് ലാസ്റ്റ് ഡേറ്റ് വരുന്നത്. ഇതിൻ്റെ പ്രിലിമിനറി എക്സാം വരുന്നത് ഓഗസ്റ്റിലാണ്. പ്രിലിമിനറി എക്സാമിൻ്റെ റിസൾട്ട് വരുന്നത് സെപ്റ്റംബറിലും മെയിൻ എക്സാം വരുന്നത് ഒക്ടോബറിലാണ്. മെയിൻ എക്സാമിൻ്റെ റിസൾട്ട് വരിക നവംബറിലാണ്. ഇൻ്റർവ്യൂവും നവംബർ ഡിസംബറിൽ മാസങ്ങളിൽ തന്നെ ഉണ്ടാവും. പിന്നെ അലോട്ട്മെൻറ്റ് വരുന്നത് ജനുവരിയിലാണ്. 2027 ജനുവരിയിലാണ് പ്രൊവിഷണൽ അലോട്ട്മെൻറ്റ് വരിക. വേക്കൻസി ഡീറ്റെയിൽസ് നോക്കാം. ബാങ്ക് ഓഫ് ബറോഡയിൽ SC സ്റ്റുഡൻസിന് 285, ST സ്റ്റുഡൻസിന് 142, OBC 513, EWS 190, ജനറൽ കാറ്റഗറിയിലുള്ളവർക്ക് 770 വേക്കൻസീസ് ആണുള്ളത്. ബാങ്ക് ഓഫ് ഇന്ത്യയിൽ 75, ST 37, OBC 135, EWS 50, ജനറൽ 203. ബാങ്ക് ഓഫ് മഹാരാഷ്ട്രയിൽ 165 SC ST സ്റ്റുഡൻസിന് 82, OBC 297, EWS 110, ജനറൽ കാറ്റഗറിയിലുള്ളവർക്ക് 446. കനറ ബാങ്ക്, സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ, ഇന്ത്യൻ ഓവർസീസ് ബാങ്ക്, പഞ്ചാബ് നാഷണൽ ബാങ്ക്, പഞ്ചാബ് സിൻഡ് ബാങ്ക്, അങ്ങനെ എല്ലാ ബാങ്കുകളിലും കാറ്റഗറി വൈസ് ആയിട്ട് വേക്കൻസീസ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ടോട്ടൽ വേക്കൻസീസ് വരുന്നത് 6117 വേക്കൻസീസാണ് അവൈലബിൾ ആയിട്ടുള്ളത്. മിനിമം ഏജ് ലിമിറ്റ് 20 വയസ്സും മാക്സിമം ഏജ് ലിമിറ്റ് 30 വയസ്സുമാണ്. 20 വയസ്സ് മുതൽ 30 വയസ്സ് വരെയുള്ളവർക്ക് ഇതിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. SC ST 5 വർഷവും OBC 3 വർഷവും PWBD കാറ്റഗറിക്കാർക്ക് 10 വർഷവും ഏജ് റിലാക്സേഷൻ ഉണ്ട്. SC ST PWBD കാറ്റഗറിക്കാർക്ക് 175 രൂപയാണ് ഫീസ് വരുന്നത്. ജനറൽ OBC കാറ്റഗറിക്കാർക്ക് 850 രൂപയാണ് ഫീസ് വരുന്നത്. www.ibps.in എന്ന വെബ്സൈറ്റിലാണ് ഇത് അപ്ലൈ ചെയ്യേണ്ടത്. ഇത് അപ്ലൈ ചെയ്യുന്ന ഫുൾ വീഡിയോ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക, ഞാൻ ഫുൾ വീഡിയോ ആയിട്ട് ഇടാം.